അങ്കി പറ. ഞാനോ? അല്ല ഞാൻ. അങ്കി നീ പറയുവാണെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ പറയാം. വെയിറ്റ്, ഞാനൊന്ന് പ്രിപ്പയർ ആവട്ടെ. എന്തായാലും ഒരു പൊട്ടിയിൽ കിട്ടാനുള്ളതല്ലേ. അമ്മേ, നിങ്ങൾ അച്ഛനെ വിളിക്കില്ലെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ? അല്ല, നീ എന്ന് പറയാൻ ഞങ്ങളുടെ അനുവാദം ചോദിച്ചിട്ട് പറയാൻ തുടങ്ങിയത് എന്നാന്ന് വെച്ചാൽ പറയണ്ട. അതെ, എൻ്റെ അങ്കിയുടെയും കല്യാണം ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു, ഒരു 3 കൊല്ലം മുമ്പ്. അല്ല, നിങ്ങളെന്നത് കേട്ടിട്ട് ഞെട്ടാത്തെ? ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം അറിയാവുന്ന കാര്യം പിന്നെയും കേൾക്കുമ്പോൾ പിന്നെയും ഞെട്ടാൻ ഞങ്ങൾക്ക് ഭ്രാന്തില്ല. ഈ കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. അല്ലമ്മേ, ഇതെങ്ങനെയാ നിങ്ങളറിഞ്ഞേ? അത് പിന്നെ അവള് ആരിനെ വിളിച്ചോണ്ട് കയറി പോണ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ പുറകെ വന്നതാ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താലികെട്ട് കാണാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇതറിഞ്ഞു വെച്ചോണ്ടാണ് ഞങ്ങളുടെ പുന്നാര ഭാര്യമാര് ഇത്ര നാള് ഞങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ഇതുങ്ങളുടെ ആട്ടം കണ്ടോണ്ട് ഇവിടെ നിന്നത്. ഇതൊക്കെ ഒരു രസമല്ല എന്റെ സത്യേട്ടാ. രസമല്ല നിന്റെ രസം. ഞാൻ ഇന്ന് രാത്രി സാമ്പാറാക്കി തരാം, നീ റൂമിലേക്ക് വാ. നിന്റെ രസം ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രിയ മാതാവിന്റെ കാലുകളുടെ ശക്തിക്കായി നാം കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതാണ്. ഞാനൊരു 100 മെഴുകുതിരി കത്തിച്ചോളാമേ. ആമേൻ. നിങ്ങൾക്ക് എന്താ പിള്ളേരെ വയ്യേ? ഏട്ടാ, ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ? ഇവരിങ്ങനെ വിട്ടാ മതിയോ? ഒരു പ്രാവശ്യം താലി കെട്ടിയെന്നും പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിച്ച് അവരിന് ഭാവിയിലേക്ക് ഇങ്ങനെ ജീവിക്കാൻ വിടണേ? ഇവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മളെല്ലാവരും പോയി തിരുമേനിനെ കാണുന്നു, മുഹൂർത്തം കുറിക്കുന്നു. തിരുമേനി തരുന്ന മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം നടക്കും. അത്രേ ഉള്ളൂ. അതേതായാലും നന്നായി ഏട്ടാ. ഒരു പ്രാവശ്യം ഒരു താലി കെട്ടിയതാന്നും പറഞ്ഞ് കുടുംബക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് നന്നായിട്ട് കല്യാണം നടത്തണ്ടേ? ഒരു പ്രാവശ്യം താലി കെട്ടിയ സ്വന്തം ഭാര്യനെ വീണ്ടും താലി കെട്ടാൻ ഉള്ള ഭാഗ്യം അങ്കേടിന് മാത്രമേ ഈ ലോകത്ത് കാണുള്ളൂ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് മാൻ. ഒന്ന് പോടേക്ക. അയ്യോ, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ കൂടെ. എൻ്റെ പൊന്നു മനുഷ്യ, ഇന്നല്ലായിരുന്നോ എൻ്റെ കണ്ണ് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. പിന്നെ നമ്മളിനി എങ്ങനെ അവരുടെ കൂടെ പോണേ? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും പൊക്കോ. ഞാൻ ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പൊ എല്ലാരും കൂടെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ആ, അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ ഡോക്ടറിന് അപ്പോയിൻമെന്റ് കെട്ടാൻ പാടാ. ഇപ്പൊ കിട്ടിയ സ്ഥിതിക്ക് അത് കളയണ്ട. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വെക്കോ. ഞങ്ങൾ പോയി തിരുമേനിനെ കണ്ടിട്ട് വരാം. എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വന്നെ, അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ. എന്നാ ലേറ്റ് ആക്കണ്ട. ഫുഡ് കഴിച്ചപ്പോ തന്നെ ഡ്രസ്സ് മാറിയിട്ട് വേഗം വാ, നമുക്ക് പോയേക്കാന്നാ. ചേച്ചി, എന്നാ നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഞാൻ റെഡി. ഇനി ഏട്ടനൂടി വന്നാൽ മതി. അതെ, പോയിട്ട് നേരത്തെ വന്നേ. പോയിട്ട് നേരത്തെ വരെ നിന്റെ തന്തയല്ല അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നോക്കി കറക്റ്റ് സമയം മുഹൂർത്തമൊക്കെ കുറിച്ച് തന്നെ വന്നെങ്കിൽ സമാധാനമായല്ലോ. അവിടെ വെറുതെ ഇരിക്കണ എന്റെ ഏട്ടനെ പറയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോടേക്കാ. വാ, വേഗം വന്ന് സംസാരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി. ഒന്ന് ഇറങ്ങാവല്ലാണോ? അതെ, ലേറ്റ് ആയത് ഞങ്ങളല്ല, നിങ്ങളാ. ആ ശരി, സമ്മതിച്ചു. ഇനിയൊന്ന് വരാമോ എന്റെ പ്രിയ ഭാര്യക്ക്? അല്ല, അപ്പൊ മാധുവേട്ടൻ പോയായിരുന്നോ? ആ, അവര് ഫുഡ് കഴിച്ച് അപ്പൊ തന്നെ ഇറങ്ങിയായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അവരുടെ ഇടയിലെല്ലാം കഴിഞ്ഞു കാണൂ. ഞെരടല്ലേ മോൻ. അവന് കൺട്രോൾ എന്ന് പറയുന്ന സാധനം അടുത്തേക്കാട് പോയിട്ടുണ്ടാവില്ല. പാവം എൻ്റെ ആരും. ആടി, അതിന് എന്റെ തലയിലേക്ക് കൊണ്ടിട്. ദൈവമേ, ആ ചെറുക്കനെ എന്ത് ചെയ്താലും അവസാനം കുറ്റം മൊത്തം എന്റെ തലയിലാണല്ലോ എന്ന് ഓർക്കുമ്പോ. ആ, തുടങ്ങ്. 2 എണ്ണം കൂടെ അങ്ങ് തുടങ്ങ്. എവിടെ പോയാലും ഇതാണുള്ള അവസ്ഥ എന്ന് ആലോചിക്കുമ്പോഴാ. എന്ത് പറഞ്ഞാലും തുടങ്ങിക്കോണം അങ്ങ് 2 എണ്ണം കൂടെ അടി ഉണ്ടാക്കാൻ. പിന്നെ നമ്മള് വീട്ടിലില്ല, അതുകൊണ്ട് അതുങ്ങൾ അവിടെ ഫുൾ അഡൽട്ട് തിങ്സ് ആയിരിക്കും. അതുകൊണ്ട് വേണ്ടവർക്ക് കണ്ടാൽ മതി. കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ചു പോകുക. പിന്നെ കണ്ടില്ല, കേട്ടില്ല, പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഞാൻ പറഞ്ഞതല്ലേ ഓടല്ലെന്ന്. അങ്കി വേണ്ട, അങ്കി പ്ലീസ്, അങ്കി വേണ്ട, അങ്കി പറയുന്ന കേക്ക് വേണ്ട.
എനിക്ക് വേണമല്ലോ. എവിടെ പോവാ? മിസ്സസ് അങ്കിത്. അങ്കി അവരെല്ലാവരും ഇവിടെ ഉണ്ട്, അവർ കാണും കേട്ടോ. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. ആരോ എൻ്റെ കണ്ണീരിന് പോലും മധുരമാണ്. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு. തിരുമേനി, ജാതകം നോക്കിയിട്ട് എന്തായി? എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? കുഴപ്പോ? ജാതകം നോക്കി നാം ഒന്നും തന്നെ ദർശിക്കുന്നില്ല. ചേരേണ്ട ജാതകം 10ൽ 10 പൊരുത്തം. എത്രയും വേഗം ഇവരുടെ കല്യാണം നടത്തുക. ഈശ്വരന് കാത്തു. എനിക്ക് ശരി തിരുമേനി, ഞങ്ങൾ പോവാം. പോയിട്ട് വരാമെന്ന് പറയൂ ആദി. ഇത് അവരോട് പറയണ്ടേ നമുക്ക്? പിന്നെ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാകും, പ്രത്യേകിച്ച് അങ്കിക്കും ആരൂനും. എൻ്റെ സത്യമായിട്ട് ഒന്ന് വേഗം പോവാവോ? എൻ്റെ പിള്ളേരോട് പറയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. സത്യം നോക്കി ഓടിക്കാൻ. ഓരോ ദിനം കാണാക്കയം വീഴും അതിൽ ആഴും തനിയേ ആരും തൊടാതെ മനം കെടാക്കനലിലാ ഉരുകിയോ വിതുമ്പിയോ വിടാതെ തോൽവിയോ. അജു,
അമ്മ 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 ഏട്ടാ ഏട്ടാ അവൻ കരയുന്നില്ല. ആരോ ഇങ്ങ് വന്നേ. എടി എങ്ങനെയുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെയുണ്ട്? എടി എന്തിനൊന്ന് പറ, എങ്ങനെയുണ്ട്? എടി നീ ഇങ്ങനെ തളർന്നു കഴിഞ്ഞാൽ നിന്റെ അനിയന്മാരും ആരും നോക്കും? നീ ഇങ്ങനെ കരയാതെ അവ എന്തേലും ഒന്ന് പറ. അവർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവരോക്കെയല്ലേ? എടി ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വർക്കാവുന്നില്ല. ഇനിയും ഒബ്സർവേഷൻ തന്നെ ഇരിക്കേണ്ടി വരും. കേസ് വളരെ ക്രിട്ടിക്കലാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയാലും അവർക്കുണ്ടായിരിക്കുന്ന മുറിവ് വളരെ ആഴമേറിയതാണ്. അത്രയ്ക്ക് വലിയ ആക്സിഡൻ്റ് നടന്നിരിക്കുന്നത്. ആക്സിഡൻ്റ് അല്ല, ലൈക്ക് എ മർഡർ അറ്റംപ്റ്റ്. ആരോ കരുതി കൂട്ടി ചെയ്ത പോലെ അത്രയ്ക്ക് സ്പീഡിൽ വന്നിടിച്ച് അത്രയ്ക്ക് മുറിവുകളാണ് ദേഹം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. മർഡർ അറ്റംപ്റ്റ്? ഞങ്ങളുടെ അച്ഛനും അമ്മേനും കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? എടി ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, ഞാനിപ്പോൾ അവിടെ നിന്ന് മാറി എന്നാൽ ശരിയാവില്ല. കാവ ഇനിയെങ്കിലും ഒന്ന് പറ, എന്തായി? എടി എന്തെങ്കിലും ഒന്ന് പറയടേ. ഹേ, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ഓവർകം ആയി. നമുക്കിനി ICU ഒന്ന് മാറ്റി റൂമിലേക്ക് ആക്കാം. செவ்வாழை இணைகளை நீ சொன்னால் நான் நம்பிவிடவோ மை கொஞ்சம் பொய் கொஞ்சம் கண்ணுக்குள் நீ கொண்டு வருவாய் காலத்தால் மூவாத. അമ്മ, അമ്മ എണീക്കമ്മ. ദിവ്യ വിളിക്കണ്ട, കിടന്നോട്ടെ. നല്ല ക്ഷീണം കാണും. ആഹാ, ഇത് ആരൊക്കെയാ ഇത്? ഷേ, ഇതെന്നാ പറ്റിയെന്ന് എല്ലാവരുടെ കണ്ണും അങ്ങനെ കരഞ്ഞ് കലങ്ങിയ പോലെ ഇരിക്കുന്നേ. ഷേ ഏട്ടാ, എന്നെ ചോദ്യം വന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? ഒന്നില്ലും എന്തേ അവരുടെ പേരൻസ് അവളെ ഒടിഞ്ഞു മറങ്ങി കിടക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് അവരോട് ചോദിക്കണ്ടേ? കുറച്ച് മാന്യമായിട്ട് ചോദിക്കേട്ടാ. അങ്കി വേണ്ട. ഷേ, ഞാനങ്ങ് മറന്നുപോയി. അങ്കിത് മേനോൻ, ആരാധ്യ മേനോൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോവാത്ത അവളുടെ സ്വന്തം വാലാട്ടിപ്പട്ടിയാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്ത് കഷ്ടമാലേ. നീ നോക്ക് വരണേ, സ്വന്തമായിട്ട് ഒരുത്തിനെ തല്ലാൻ പോലുള്ള അവകാശം അവനില്ല. അവളെ പിടിച്ച് നിർത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന കണ്ടില്ലേ അവൻ? എന്റെ പൊന്നങ്കിതേ, നിനക്ക് ഇവളുടെ ജയിലിൽ നിന്ന് മോചനം വേണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. അവളെ എങ്ങതേ എൻ്റെ ഏട്ടൻ്റെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിക്കുക. അവിടെ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും. ആ നിമിഷം നിനക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടും. അത് മാത്രം നീ അങ്ങ് ചെയ്താൽ മതി. വരുണെ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഈ സമയത്ത് ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കാതിരിക്കണേ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യുന്ന? നീ ഒന്നും ഉണ്ടാക്കത്തില്ല. നിന്റെയൊക്കെ തന്തേനേം തള്ളേനേം ദേ ഇങ്ങനെ ഒടിച്ചു മുറുക്കി ഏതിലും മൂലക്കിടാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ നീയൊക്കെ ഈ വിദ്യുതിന് പുല്ലാടി, പുല്ല്. അപ്പൊ നീയാണോ ഞങ്ങളുടെ അച്ഛനും അമ്മേനെ ഈ കോലത്തിലാക്കി ഇട്ടാക്കുന്നേ? വരുണേ, നീയും ഇത്രയ്ക്ക് വൃത്തികെട്ടവന്മാരായിരുന്നോ നിങ്ങള്? ഒരു പെണ്ണിന്റെ പേരിൽ എന്നോ ഉണ്ടായ തല്ലിന്റെ പുറത്ത് ഒരു കുടുംബത്തിലെ പാവം അച്ഛന്റെ അമ്മേനെ ഇങ്ങനെ ആക്കിയിടാനുള്ള മനസ്സുള്ള നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? വൃത്തികെട്ടവന്മാര്, മനുഷ്യന്മാരുടെ വില കളയാനായിട്ടുണ്ടായ ആസുരന്മാര്. ഇനി ഇവന്മാര് മനുഷ്യന്മാരാന്ന് ആരാ പറഞ്ഞേ?
ജനിപ്പിച്ച തന്തയും തള്ളയും വരെ അകറ്റി പറഞ്ഞ വൃത്തികെട്ട ജന്തുക്കള്. ഇവന്മാരൊന്നും മനുഷ്യവർഗത്തിൽ പോലും ഉള്ളവന്മാരല്ല. അസുരന്മാർക്ക് വരെ ലജ്ജ തോന്നിക്കുന്ന പ്രവൃത്തി ഇവന്മാർ ചെയ്യുന്നു. ആഹാ, ഇവിടെ നീർക്കോലിക്കും പത്തിയോ? നിനക്കൊക്കെ തോന്നുന്നുണ്ടോടാ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് നീയൊക്കെ സമാധാനത്തിൽ ജീവിക്കൂന്ന്? ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. നീയൊക്കെ ജീവിക്കണം, ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് ഞങ്ങളങ്ങനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ? അല്ലടാ, ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ത്രയംബകൻ തറവാട്ടിൽ കയറി നിങ്ങൾ കളിച്ചുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അതിന് ഇനി ഒത്തിരി താമസമില്ല, ഉടനെ തന്നെ കാണും കേട്ടോ വരുണേ. ഹോ, എന്റെ മൈദു, നിന്റെ വെല്ലുവിളി കേൾക്കാൻ എന്ത് സെക്സിയാന്നറിയോടി. ഇതാ മോളെ എനിക്ക് നിന്നെ ഇത്രയ്ക്കിഷ്ടം. പിന്നെ നീ മാത്രമല്ല, നിന്റെ അനിയത്തിയും കൊള്ളാം. രണ്ടുപേരായാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാ പകരം വീട്ടാൻ വരുന്നേ? മുൻകൂട്ടി ഒന്ന് ഡേറ്റ് പറയാം കേട്ടോ. എൻ്റെ ബേബീനെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്കിപ്പം തന്നെ കാണണം എൻ്റെ ബേബി ആംഗ്രി ആയിട്ടുള്ളത്. ഇത് ക്യൂട്ടാ എൻ്റെ ബേബി. പിന്നെ വരുമ്പോൾ നിന്റെ അനിയത്തി ദിവ്യനെയും കൂടെ കൊണ്ടുപോരെ. ഒരു 10 മാസം കഴിയുമ്പോൾ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് പേറാം. ഏട്ടാ, അങ്കി, ഇത് അംഗത്തിനുള്ള സമയമല്ല, അംഗം കുറിക്കാനുള്ള സമയ. നീയൊക്കെ എന്താ വിചാരിച്ചേ? കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമനും അർജുനനും യുധിഷ്ഠിരനും തന്നെയാണെന്നോ? അല്ലടാ, പഞ്ചപാണ്ഡവർ ഒരുമിച്ച. വരുണേ, സമയം കിട്ടുമ്പോൾ നിന്റെ ഏട്ടനൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ത്രയംബകൻ തറവാട്ടില് അല്ല, എനിക്ക് ആൺമക്കൾ 3 അല്ല 5 അവന്മാർ വരും. നിന്റെയൊക്കെ അന്ത്യം കാണാനായിട്ട് അവന്മാർ വരും ഇവിടെ. പിന്നെ അവന്മാർ വരുമ്പോൾ ഓടി മാളത്തിൽ കയറരുത്. അങ്കി, അവരെ വിളിക്ക്. അവരെത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗ ചാലക രക്ഷകം ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യ സാധക ദക്ഷകം ഗുരുപ്രഹർഷണ കാരകം മമ പുത്ര സന്നിഭമായകം